ദൈവം ഭൂമിയെ ശിക്ഷിക്കും എന്ന ശീർഷകത്തോടെ യെശയ്യാവിന്റെ പ്രവചനം പഠിക്കുകയും ലോകം ദൈവത്താൽ വിധിക്കപ്പെടാനുള്ള കാരണം മനസ്സിലാക്കുകയും ചെയ്യാം. നമുക്ക് യെശയ്യാവ് 24 അധ്യായം 1 വാക്യം നോക്കാം. യഹോവ ഭൂമിയെ നിർജ്ജനവും ശൂന്യവും ആക്കി കീഴ്മേൽ മറിക്കുകയും അതിലെ നിവാസികളെ ചിതറിക്കുകയും ചെയ്യും. ജനത്തിനും പുരോഹിതനും ദാസനും യജമാനനും ദാസിക്കും യജമാനത്തിക്കും കൊള്ളുന്നവനും വിൽക്കുന്നവനും കടം കൊടുക്കുന്നവനും കടം വാങ്ങുന്നവനും പലിശ വാങ്ങുന്നവനും പലിശ കൊടുക്കുന്നവനും ഒരുപോലെ ഭവിക്കും. ഭൂമിയശേഷം ഭൂമി എന്തായിത്തീരും, നിർജ്ജനമായും കവർച്ചയായും പോകും. യഹോവയല്ലോ ഈ വചനം അരുളി ചെയ്തിരിക്കുന്നത്. ഭൂമി കൊള്ളയടിക്കപ്പെടുമെന്ന് പറയുന്നത് നമ്മളല്ല, ദൈവം തന്നെയാണ് ഇത് സ്വയം പറയുന്നത്. വാക്യം 4. ഭൂമി ദുഃഖിച്ചു വാടിപ്പോകുന്നു, ഭൂതലം ക്ഷയിച്ചു വാടിപ്പോകുന്നു, ഭൂമിയിലെ ഉന്നതന്മാർ ക്ഷീണിച്ചു പോകുന്നു, ഭൂമി അതിലെ നിവാസികളാൽ മലിനമായിരിക്കുന്നു. എന്താണ് കാരണം? എന്താണ് അവർ അനുസരിക്കാത്തത്? അവർ പ്രമാണങ്ങളെ ലംഘിച്ചു, ചട്ടത്തെ മറിച്ചു, നിത്യനിയമത്തിനു ഭംഗം വരുത്തിയിരിക്കുന്നു. വാക്യം 6. അതുകൊണ്ട് ഭൂമി ശാപഗ്രസ്തമായി, അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുന്നു. അതുകൊണ്ട് ഭൂവാസികൾ ദഹിച്ചുപോയി, ചുരുക്കം പേർ മാത്രം ശേഷിച്ചിരിക്കുന്നു. പുതുവീഞ്ഞു ദുഃഖിക്കുന്നു, മുന്തിരിവള്ളി വാടുന്നു, സന്തുഷ്ടമാനസന്മാരൊക്കെയും നെടുവീർപ്പിടുന്നു. തപ്പുകളുടെ ആനന്ദം നിന്നുപോകുന്നു, ഉല്ലസിക്കുന്നവരുടെ ഘോഷം തീർന്നുപോകുന്നു, കിന്നരത്തിന്റെ ആനന്ദം ഇല്ലാതെയാകുന്നു. 11 വാക്യത്തിൽ ദേശത്തിലെ ആനന്ദം പോയിരിക്കുന്നു എന്ന് പറയുന്നു. 13 വാക്യത്തിൽ ഇത് ഭൂമിയിലും ജാതികളുടെ ഇടയിലും സംഭവിക്കുമെന്ന് എഴുതിയിരിക്കുന്നു. യെശയ്യാവ് 24 അധ്യായത്തിൽ പ്രധാന കാര്യം ഭൂമി ദൈവത്താൽ ശിക്ഷിക്കപ്പെടും എന്നതാണ്. ഇതിന്റെ കാരണം നാം മനസ്സിലാക്കണം. എല്ലാ മനുഷ്യരും സങ്കേതകരമായ ഈ ഭൂമിയിലേക്ക് തള്ളപ്പെട്ട പാപികളായ ആത്മാക്കളാണ്. പാപികളായ ആത്മാക്കൾക്ക് മാനസാന്തരപ്പെടുവാൻ ദൈവം അവസരം നൽകിയിട്ടുണ്ട്. ദൈവത്തിന്റെ ചട്ടങ്ങളിലും നിയമങ്ങളിലും പാപമോചനം അടങ്ങിയിരിക്കുന്നു. എന്നിരുന്നാലും അവർ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിക്കുകയും അവ അനുസരിക്കാതിരിക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ അതിന്റെ ഫലം എന്തായിരിക്കും? പുതിയ നിയമത്തിലൂടെ ദൈവം മനുഷ്യർക്ക് അവരുടെ കഠിനമായ പാപങ്ങൾ ക്ഷമിക്കപ്പെടാനുള്ള അവസരം നൽകി. എന്നാൽ അവർ അത് നിരസിച്ചു. കൂടാതെ ശത്രുവായ പിശാച് എന്താണ് ചെയ്തത്? ദൈവത്തിന്റെ സമയങ്ങളെയും നിയമങ്ങളെയും ജനങ്ങൾ പാലിക്കാതെയിരിക്കാനായി സാത്താൻ തന്ത്രപൂർവം അവയെ മാറ്റിക്കളഞ്ഞു. അതുകൊണ്ടാണ് മനുഷ്യരാശിയെ മാനസാന്തരത്തിലേക്ക് നയിക്കാൻ ദൈവം ഓരോ യുഗത്തിലും തന്റെ പ്രവാചകന്മാരെ അയക്കുകയും അവരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തത്. എന്നിരുന്നാലും അവർ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് അവസാന നാളുകളിൽ അവിടുന്ന് എന്താണ് ചെയ്തത്? അവൻ ദൂതന്മാരെയും പ്രവാചകന്മാരെയും അയച്ചെങ്കിലും അവർ ശ്രദ്ധിച്ചില്ല. അങ്ങനെ മനുഷ്യരാശിയെ നേരിട്ട് പഠിപ്പിക്കാൻ അന്ത്യനാളുകളിൽ ദൈവം തന്നെ ഈ ഭൂമിയിലേക്ക് വന്നു. ആത്മീയമായി ദാഹിക്കുന്ന നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വന്ന് ജീവജലം സ്വീകരിക്കുവിൻ എന്ന് മനുഷ്യരാശിയോട് പറഞ്ഞു. ആത്മാവും മണവാട്ടിയും മനുഷ്യരാശിയെ വിളിക്കുന്ന അവസാന അവസരമാണ് പരിശുദ്ധാത്മാവിന്റെ യുഗം. മനുഷ്യരാശിയെ രക്ഷിക്കാൻ ദൈവം പിതാവിന്റെ യുഗത്തിൽ മൃഗബലികൾ ഉപയോഗിച്ചു. പുതിയ നിയമത്തിന്റെ യുഗത്തിൽ അവിടുന്ന് ഈ ഭൂമിയിൽ വന്നു. തന്റെ ആദ്യ വരവിൽ 3 വർഷവും രണ്ടാം വരവിൽ 37 വർഷവും പുതിയ നിയമത്തിന്റെ സുവിശേഷം പ്രസംഗിച്ചു. ഇനിയും ലോകം തിരികെ വന്നില്ലെങ്കിൽ മാറ്റോ അവസരമില്ല. പിതാവിന്റെ യുഗത്തിലും പുത്രന്റെ യുഗത്തിലും ദൈവം അവർക്ക് അവസരങ്ങൾ നൽകി.
പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ ദൈവം അവസാനത്തെ അവസരം നൽകുന്നു. എന്നാൽ ജനം ഇതും നിരസിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഭൂമി ശൂന്യമാക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യും. അത്തരം സംഭവങ്ങൾ സംഭവിക്കും. നമ്മുടെ ദൈവം സ്നേഹം നിറഞ്ഞവനാണ്. നിങ്ങൾക്ക് എപ്പോഴാണ് കോപം വരുന്നത്? ദൈവം കൃപയും ദീർഘക്ഷമയുമുള്ളവനാണ്. പക്ഷേ ഭൂമിയിലെ ജനങ്ങൾക്ക് മാനസാന്തരത്തിന്റെ പ്രവൃത്തി നിർവഹിക്കുന്നതിന് താൻ വിവിധ സംഭവങ്ങൾ സ്ഥാപിക്കുകയും സ്വയം മാംസത്തിൽ ഈ ഭൂമിയിലേക്ക് വരികയും ചെയ്തു. ദൈവം സൊദോം ഗൊമോറയുടെയും നോഹയുടെ പാഠങ്ങളും അതുപോലെ തന്നെ പാപങ്ങൾ ക്ഷമിക്കാനുള്ള വഴി തുറക്കുകയും ചെയ്തു. പക്ഷേ ജനങ്ങൾ അത് സ്വീകരിച്ചില്ല. അതിനാൽ എന്ത് സംഭവിക്കും? ഭൂമി ശിക്ഷിക്കപ്പെടുകയും നശിപ്പിക്കപ്പെടുകയും ചെയ്യും. നാം ഈ ഭാഗം മാത്രം നോക്കുകയാണെങ്കിൽ ദൈവം കരുണയില്ലാത്തവനല്ലേ എന്ന് നാം തെറ്റായി ചിന്തിച്ചേക്കാം. എന്നാൽ വാസ്തവത്തിൽ ദൈവം വളരെ ദീർഘക്ഷമയുള്ളവനാണ്. എന്നിരുന്നാലും ഈ ഭൂമിയിലെ നിവാസികൾ മത്സരികളാണ്. അവർ ദൈവത്തിന്റെ നിയമങ്ങളെ നിന്ദിക്കുന്നു. ദൈവത്തിന്റെ നിയമങ്ങൾ അനുസരിക്കുന്നതിനേക്കാൾ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന് അവർ എളുപ്പത്തിൽ പറയുകയും ചെയ്യുന്നു. അതിനാൽ അവർക്ക് കൂടുതൽ അവസരങ്ങൾ അവശേഷിക്കുന്നില്ല. പിതാവിന്റെ യുഗത്തിലും പുത്രന്റെ യുഗത്തിലും ദൈവം മനുഷ്യരാശിക്കു വേണ്ടി കാത്തിരുന്നു. പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ പോലും അവർ നിരസിക്കുന്നതിനാൽ ദൈവം തന്റെ കൃപ ഇതിൽ കൂടുതൽ അവർക്ക് നൽകുകയില്ല. കാരണം മാനസാന്തരപ്പെടുന്ന തന്റെ മക്കൾ സ്വർഗരാജ്യത്തിലേക്ക് മടങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഹിതം മനസ്സിലാക്കാത്തവർ നാം അവന്റെ ന്യായപ്രമാണം പാലിക്കാത്തതുകൊണ്ട് മാത്രം ദൈവം ഇത് ചെയ്യേണ്ടതുണ്ടോ എന്ന് ചോദിച്ചേക്കാം. എന്നാൽ ക്ഷമിക്കാനാവാത്ത പാപം ചെയ്യുകയും ഈ ഭൂമിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്ത ദൂതന്മാരല്ലേ നാം? ദൈവം അവരെ എത്രമാത്രം സ്നേഹിക്കുന്നുവെന്ന് കാണിക്കുന്ന സന്ദേശങ്ങൾ ദൈവം നിരന്തരം മനുഷ്യരാശിക്ക് അയക്കുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുവാൻ ഈ പാത പിൻപറ്റുവിൻ എന്ന് അവിടുന്ന് പറഞ്ഞത്. ഇതുകൊണ്ടാണ് ദൈവം നമുക്ക് തന്ന ന്യായപ്രമാണങ്ങൾ വളരെ പ്രാധാന്യമർഹിക്കുന്നത്. ദൈവം കൽപ്പിച്ച കൽപ്പനയായതുകൊണ്ട് അവിടുത്തെ സമ്മർദ്ദത്താൽ ചെയ്യേണ്ട ജോലിയല്ല. ശബ്ദത്തിൽ ഞാൻ പള്ളിയിൽ പോകണോ വേണ്ടയോ? എനിക്ക് അല്പം അസ്വസ്ഥത തോന്നുന്നു. ഞാൻ ശരിക്കും പോകേണ്ടതുണ്ടോ? അങ്ങനെയാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം സ്വർഗത്തിൽ നിന്ന് തുടങ്ങിയ പ്രശ്നത്തെക്കുറിച്ച് ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ദൈവം നിയമത്തെ ഊന്നിപ്പറയുന്നത് എന്ന് അവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭൂമി ശൂന്യമാക്കപ്പെടുകയും കൊള്ളയടിക്കപ്പെടുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നു. 1 യോഹന്നാൻ 4 അധ്യായത്തിൽ ദൈവം സ്നേഹമാകുന്നു എന്ന് എഴുതിയിരിക്കുന്നു. ദൈവം പാപമില്ലാതെ ആയിരുന്നിട്ടും കഷ്ടതകളിലൂടെ കടന്നുപോകുവാനും തന്റെ മക്കൾക്കുവേണ്ടി കുരിശിൽ തന്റെ രക്തം ചിന്തുവാനും പോലും മടി കാണിച്ചില്ല. യെശയ്യാവ് 24 അധ്യായത്തിൽ സ്നേഹത്തിന്റെ ദൈവം ഈ ഗൗരവമേറിയ പ്രവചനങ്ങൾ രേഖപ്പെടുത്തിയത് എന്തുകൊണ്ടാണ്? എല്ലാവരോടുമായി ദൈവത്തിന്റെ കൽപ്പന ശനിയാഴ്ചയാണ് ശബ്ബത്ത് എന്നതിനെക്കുറിച്ച് മാത്രമല്ല. ദൈവത്തിന്റെ ഹിതം അതിൽ ഉള്ളതിനാൽ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കാത്തവർ ദൈവം തങ്ങൾക്ക് നൽകിയ കൃപ നിരസിക്കുകയാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ സ്വർഗത്തിൽ പാപം ചെയ്യുകയും ഭൂമിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്ത നമ്മെക്കുറിച്ച് ദൈവം ശ്രദ്ധിക്കേണ്ടതില്ലായിരുന്നു. എന്നിരുന്നാലും അവിടുന്ന് നമ്മോട് കരുണ കാണിക്കുകയും ജഡത്തിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങിവരികയും രക്ഷയുടെ സന്ദേശം തുടർച്ചയായി ഘോഷിക്കുകയും ചെയ്തു. ദൈവം തനിക്ക് കഴിയാവുന്നതെല്ലാം ചെയ്തു. ബൈബിളിൽ ഇത് നിയമങ്ങളും ചട്ടങ്ങളും ആയി രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ അവയിൽ ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും കരുണയും അടങ്ങിയിട്ടില്ലേ? എന്നിരുന്നാലും മനുഷ്യരാശി അവയെ തിരസ്കരിക്കുന്നു. നിങ്ങൾ നല്ല ഉദ്ദേശ്യത്തോടെ രുചികരമായ ഭക്ഷണമുണ്ടാക്കുകയും നിങ്ങളുടെ അയൽക്കാരനോട് നിങ്ങൾക്ക് ഇത് രുചിച്ചു നോക്കുവാൻ ആഗ്രഹമുണ്ടോ എന്ന് നിങ്ങൾ ചോദിക്കുമ്പോൾ അവർ എനിക്ക് ആഗ്രഹമില്ല എന്ന് പ്രതികരിച്ചു എന്നിരിക്കട്ടെ.
കുറച്ചു കഴിഞ്ഞ് നിങ്ങൾ അവരോട് വീണ്ടും ചോദിക്കുമ്പോൾ അവർ അത് നിരസിച്ചാൽ അവരുമായി വീണ്ടും പങ്കിടാൻ നിങ്ങൾ ആഗ്രഹിക്കുമോ? എല്ലാവരോടുമായി നിങ്ങൾ തുടർച്ചയായി നിരസിക്കപ്പെട്ടാൽ എന്തു ചെയ്യും? ദൈവത്തിന്റെ കാര്യവും അങ്ങനെ തന്നെയാണ്. നിരവധി വർഷങ്ങളായി ദൈവം തന്റെ പ്രവാചകന്മാരെ അയക്കുകയും അവരുടെ മാനസാന്തരത്തിന് ഏത് രീതിയാണ് നല്ലത് എന്ന് ചിന്തിച്ച് ഒരു വ്യവസ്ഥ സ്ഥാപിക്കുകയും ചെയ്തു. ആത്യന്തികമായി ദൈവം സ്വയം കുരിശിൽ ബലി കഴിക്കാൻ തിരഞ്ഞെടുത്തില്ലേ? തന്റെ വിലയേറിയ രക്തത്തിലൂടെ മനുഷ്യരാശിക്ക് സ്വർഗത്തിലേക്ക് മടങ്ങുവാൻ കഴിയത്തക്കവിധം അവിടുന്ന് പുതിയ നിയമം എന്ന് വിളിക്കപ്പെടുന്ന വഴി തുറന്നു. എന്നിരുന്നാലും അവർ ഇത് അംഗീകരിക്കുന്നില്ലെങ്കിൽ മറ്റൊരു മാർഗവും അവശേഷിക്കുന്നില്ല. അതുകൊണ്ട് ശാപം ഭൂമിയെ ദഹിപ്പിക്കുന്നു. അതിലെ ജനങ്ങൾക്ക് എന്ത് സംഭവിക്കും? അതിലെ ജനം അവരുടെ കുറ്റം വഹിക്കണം. അവർ ദൈവത്തിന്റെ കരുണ നിരസിച്ചുവെന്ന് നമുക്ക് എങ്ങനെ അറിയുവാൻ സാധിക്കും? അത് അവരുടെ പ്രവൃത്തിയിലൂടെ അറിയുവാൻ സാധിക്കും. അവർ ദൈവത്തിന്റെ നിയമങ്ങളും ചട്ടങ്ങളും ലംഘിച്ചു. സിയോനിലെ ജനങ്ങൾ ഒഴികെ മറ്റെല്ലാവരും ഈ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഇതുകൊണ്ടല്ലേ രക്ഷയും നിത്യജീവനും സിയോനിലാണ് ഉള്ളതെന്ന് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ എന്റെ ജനമാണെങ്കിൽ സിയോനിലേക്ക് വേഗം ചെല്ലുക എന്ന് ദൈവം പറയുന്നു. സിയോനിലേക്ക് പ്രവേശിക്കാത്തവർ ഒരു കാര്യത്തെ എടുത്ത് കാണിക്കുന്നു: ദൈവത്തിന്റെ നല്ല ഹിതം നിരസിക്കാനുള്ള അവരുടെ ദൃഢനിശ്ചയം. അതിനാൽ അവരുടെ യഥാർത്ഥ പാപങ്ങൾക്കുവേണ്ടി അവർ വിധിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യും. യുദ്ധങ്ങൾ, പ്രകൃതിദുരന്തങ്ങൾ, ഭൂകമ്പങ്ങൾ തുടങ്ങിയ അടയാളങ്ങൾ നമുക്ക് ചുറ്റും സംഭവിക്കുന്നത് കാണുമ്പോൾ നാം പോയി ദൈവത്തിന്റെ ചട്ടങ്ങളും നിയമങ്ങളും അവരെ പഠിപ്പിക്കേണ്ടതുണ്ടെന്ന് നാം മനസ്സിലാക്കേണ്ടതല്ലേ? നാം ഉത്സാഹത്തോടെ പ്രസംഗിക്കണം. ഓ, ഇങ്ങനെയാണ് നാം ക്ഷമിക്കപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യരാശി നന്ദിയുള്ള ഹൃദയത്തോടെ ദൈവത്തിന്റെ അടുക്കൽ വരണം. മറിച്ച് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ നിരസിക്കുന്നു. സ്വർഗീയ പാപികൾ പാപമോചനത്തിന്റെ സന്ദേശം നിരസിക്കുന്ന രീതിയിൽ സാത്താൻ മാറ്റിയെടുത്തു. അവൻ തന്ത്രപൂർവം സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റി. ദൈവം മനുഷ്യർക്ക് നൽകിയ പാപമോചനത്തിന്റെ കൃപാപരമായ പാതയാണ് ജീവിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം. ന്യായപ്രമാണം എന്ന പദവും നിത്യനിയമം എന്ന പദപ്രയോഗവും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നത് എന്തുകൊണ്ടാണ്? സ്വർഗത്തിൽ നിത്യമരണത്തിന് അർഹമായ പാപങ്ങൾ ചെയ്ത മനുഷ്യരാശിക്ക് പാപമോചനം ലഭിക്കാനുള്ള ഒരു പ്രത്യേക അവസരമാണിത്. എന്നിരുന്നാലും ഞാൻ അവയെ പിന്തുടരില്ല, ഞാൻ മറ്റ് കാര്യങ്ങളിൽ വളരെ തിരക്കിലാണ് എന്ന് അവർ പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തിന്റെ ദയയെ അല്ലേ എതിർക്കുന്നത്? ഈ ലോകത്തിലെ ഒന്നും കൊണ്ട് നാം സ്വർഗത്തിൽ ചെയ്ത പാപങ്ങൾക്ക് പകരം കൊടുക്കുവാൻ കഴിയില്ല. ആത്മാവും മണവാട്ടിയും വിളിക്കുമ്പോൾ അനുതപിച്ചവർ ഞാൻ മാനസാന്തരപ്പെട്ടു, എന്നോട് ക്ഷമിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അവരുടെ അടുക്കൽ എത്തണം. അതിനർത്ഥം പുതിയ നിയമത്തിന്റെ കൽപ്പനകളും ചട്ടങ്ങളും എങ്ങനെ ബഹുമാനിക്കണമെന്നും പാലിക്കണമെന്നും അവർക്കറിയാം, അല്ലേ? നമുക്ക് റോമർ 6-ാം അധ്യായത്തിലേക്ക് പോകാം. 6-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: ഹൃദയപൂർവം അനുസരിച്ച് പാപത്തിൽ നിന്നു സ്വാതന്ത്ര്യം ലഭിച്ചു നീതിക്കു ദാസന്മാരായിത്തീർന്നതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം. നമുക്ക് എങ്ങനെ നമ്മുടെ പാപങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ സാധിക്കും? അത് നമ്മുടെ പാപമോചനത്തിലൂടെയല്ലേ? നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കുന്ന ദൈവത്തെക്കുറിച്ച് 17-ാം വാക്യത്തിൽ എന്താണ് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ നാം ആത്മീയ ലോകത്തെ ശരിയായി മനസ്സിലാക്കുകയും ലോകത്തിലെ മറ്റെന്തിനേക്കാളും ശബ്ബത്ത് ദിവസത്തിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് മനസ്സിലാക്കുകയും വേണം. ലോകത്തിന്റെ കാര്യങ്ങളെ ദൈവത്തിന്റെ കാര്യങ്ങൾക്ക് എതിരായി തൂക്കിനോക്കേണ്ട ആവശ്യമില്ല. അവയെ അളവുകോലിൽ വയ്ക്കുന്നത് തന്നെ ദൈവത്തെ അപമാനിക്കുന്നത് പോലെയാണ്. ഇത് റോമർ 6-ാം അധ്യായം 23-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നു: പാപത്തിന്റെ ശമ്പളം മരണമത്രേ, പാപത്തിന്റെ പ്രതിഫലം പാപത്തിന്റെ അനന്തരഫലമാണ്. നമ്മുടെ പാപങ്ങളുടെ അനന്തരഫലം എന്താണ്?
നമ്മുടെ പാപങ്ങളുടെ പ്രതിഫലം മരണത്തിലൂടെ ലഭിക്കുന്നു. എല്ലാവരോടുമായി ട്രാഫിക് നിയമങ്ങൾ ലംഘിച്ചതിന് നിങ്ങൾക്ക് വധശിക്ഷ ലഭിക്കുമോ? ഇതിനെ ഒരു ദുഷ്പ്രവൃത്തി എന്ന് വിളിക്കുന്നു. ഉദാഹരണത്തിന്, ഒരാൾ തെരുവിൽ സിഗരറ്റ് കളഞ്ഞാൽ അവരെ വധിക്കുമോ? അത്തരം ആളുകൾക്ക് വധശിക്ഷ ലഭിക്കുന്നില്ല. അപ്പോൾ ഒരാൾക്ക് വധശിക്ഷ ലഭിക്കുന്നത് അവൻ ക്ഷമിക്കാനാവാത്ത പാപം ചെയ്യുമ്പോഴാണ്. നമ്മുടെ ആഗോള ഗ്രാമത്തിൽ വധശിക്ഷ ഇപ്പോഴും നിലനിൽക്കുന്ന ചില രാജ്യങ്ങളുണ്ട്. അങ്ങനെ നോക്കിയാൽ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത അത്യന്തം ഹീനമായ കുറ്റകൃത്യങ്ങൾക്ക് ആ രാജ്യങ്ങൾ വധശിക്ഷ വിധിക്കുന്നില്ലേ? നാം അത്തരമൊരു പൊറുക്കാനാവാത്ത പാപമാണ് ചെയ്തത്. അതുകൊണ്ട് ഇപ്രകാരം എഴുതപ്പെട്ടിരിക്കുന്നു: പാപത്തിന്റെ ശമ്പളം മരണമത്രേ, ദൈവത്തിന്റെ കൃപാവരമോ. ദൈവം നമുക്ക് എന്ത് കൃപയാണ് നൽകിയിരിക്കുന്നത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിത്യജീവൻ തന്നെ. ഇതുകൊണ്ടല്ലേ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നവർക്ക് നിത്യജീവൻ വാഗ്ദാനം ചെയ്യപ്പെടുന്നത്? അത് പ്രധാനമാണ് എന്ന് പറയുവാൻ മാത്രമുള്ളതല്ല ദൈവത്തിന്റെ കൽപ്പനകൾ. ബൈബിളിലെ പ്രത്യേക അധ്യായങ്ങളിലും വാക്യങ്ങളിലും ഇത് എഴുതപ്പെട്ടതിനാൽ ഞാൻ ഇത് ആചരിക്കണം എന്ന് പറയരുത്. സ്വർഗീയ കാര്യങ്ങളുമായി ഒരു ബന്ധം സ്ഥാപിക്കുക. സ്വർഗത്തിൽ തിന്മ ചെയ്ത പാപികളോട് ദൈവം ക്ഷമിക്കുകയും കൃപ നൽകുകയും ചെയ്യുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു എന്ന് പറയുന്നതിനുപകരം തന്റെ മരണത്തിലൂടെ തന്റെ വിലയേറിയ രക്തത്തിൽ പങ്കുചേരാൻ നമ്മെ അനുവദിക്കുന്ന സത്യം അവിടുന്ന് സ്ഥാപിച്ചില്ലേ? ഇങ്ങനെയൊക്കെയാണെങ്കിലും ജനങ്ങൾ അത് ആചരിക്കുന്നില്ല, മറിച്ച് അതിനെ നിന്ദിക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് കൂടുതൽ അവസരങ്ങളില്ല. ദൈവത്തിന്റെ നിയമങ്ങൾ തന്റെ ത്യാഗത്താൽ പൂർത്തീകരിച്ചതിനാൽ നാം അവയെ നിസ്സാരമായി കാണുകയോ അവഗണിക്കുകയോ ചെയ്യരുത്. യിരെമ്യാവ് 31-ാം അധ്യായം 31-ാം വാക്യം നമുക്ക് നോക്കാം. ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാ ഗൃഹത്തോടും. അവിടുന്ന് എന്താണ് സ്ഥാപിക്കുന്നത്? പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്നു യഹോവയുടെ അരുളപ്പാട്. 32-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്കുപിടിച്ചു മിസ്രയീം ദേശത്തുനിന്നു കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല. ഞാൻ അവർക്കു ഭർത്താവായിരുന്നിട്ടും അവർ എന്റെ നിയമം ലംഘിച്ചുകളഞ്ഞു എന്നു യഹോവയുടെ അരുളപ്പാട്. 32-ാം വാക്യത്തിൽ അവർ എന്റെ നിയമം ലംഘിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. അവർ അത് ആചരിച്ചില്ല. പിതാവിന്റെ യുഗത്തിലും പുത്രന്റെ യുഗത്തിലും പരിശുദ്ധാത്മാവിന്റെ യുഗത്തിലും ദൈവം നമുക്ക് അവസരങ്ങൾ നൽകുന്നു. വാക്യം 33: എന്നാൽ ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എന്റെ അവൻ എന്താണ് നൽകുന്നത്? ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്കു ദൈവമായും അവർ എനിക്കു ജനമായും ഇരിക്കും എന്നു യഹോവയുടെ അരുളപ്പാട്. പാപമോചനത്തിന്റെ പാത സ്വീകരിച്ചവർക്ക് ദൈവത്തിന്റെ നിയമം എവിടെയാണുള്ളത്? ദൈവം അത് അവരുടെ ഹൃദയത്തിൽ കൊത്തിവെക്കും. നമുക്ക് യെശയ്യാവ് 51-ാം അധ്യായം 7-ാം വാക്യം നോക്കാം. നീതിയെ അറിയുന്നവരും ഹൃദയത്തിൽ എന്റെ അവർ എന്താണ് ഉള്ളത്? ന്യായപ്രമാണം ഉള്ള ജനവും ആയുള്ളവരെ, എന്റെ വാക്കു കേൾപ്പിൻ. നിങ്ങൾ മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത്. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, നിങ്ങൾ നടക്കുന്ന പാത ശരിയായ പാതയാണ്. അതിനാൽ ജനങ്ങളെ ഭയപ്പെടരുത് എന്നാണ് ദൈവം ഉദ്ദേശിച്ചത്. നാം എന്നേക്കും ജീവിക്കാൻ പോകുന്ന സ്ഥലമാണ് സ്വർഗം. അവരുടെ ദൂഷണങ്ങളെ പേടിക്കുകയും അരുത്. പുഴു അവരെ വസ്ത്രത്തെപ്പോലെ അരിച്ചുകളയും, കൃമി അവരെ കമ്പിളിയെപ്പോലെ തിന്നുകളയും. എന്നാൽ എന്റെ നീതി ശാശ്വതമായും എന്റെ രക്ഷ തലമുറയായും ഇരിക്കും. ദൈവത്തിൽ നിന്ന് പാപമോചനം സ്വീകരിക്കുകയും രക്ഷയുടെ പാതയിൽ നടക്കുകയും ചെയ്യുന്നവർക്ക് ഈ കൃപ എന്നേക്കുമായി നിലനിൽക്കുന്നില്ലേ? അതുകൊണ്ടാണ് മനുഷ്യരുടെ നിന്ദയെ ഭയപ്പെടരുത് എന്ന് ദൈവം പറയുന്നത്. ദൈവത്തിന്റെ ചട്ടങ്ങളും നിയമങ്ങളും സ്വീകരിച്ചവർ സിംഹങ്ങൾക്ക് ആഹാരമായിത്തീർന്നു. അവർ മനുഷ്യ മെഴുകുതിരികളായിത്തീരുകയും ചെയ്തു.
ക്രൂരമായ രീതികളാൽ ദൈവത്തിന്റെ പാപമോചനത്തിന്റെ വഴി തടയാൻ സാത്താൻ ശ്രമിച്ചു. എന്നിരുന്നാലും ദൈവത്തിന്റെ ശബ്ദം കേൾക്കാൻ ചെവിയുള്ളവർ ഓരോ യുഗത്തിലും ദൈവത്തിലേക്ക് മടങ്ങണം. അതിനാൽ 1600 വർഷത്തിലേറെയായി മറഞ്ഞിരുന്ന പുതിയ നിയമത്തിന്റെ പെസഹ തന്റെ മക്കൾക്ക് വീണ്ടും നൽകുന്നതിന് പരിശുദ്ധാത്മാവിന്റെ യുഗത്തിൽ ദൈവം ദൈവത്തിന്റെ സഭ സ്ഥാപിച്ചു. അതുകൊണ്ടാണ് ശരിയായതെന്തെന്ന് അറിയുന്നവരെ, എന്റെ ന്യായപ്രമാണം ഹൃദയത്തിൽ ഉള്ളവരെ എന്ന് അവിടുന്ന് പറഞ്ഞത്. കർത്താവേ, കർത്താവേ എന്ന് വിളിക്കുന്ന ജനങ്ങൾ അല്ല തന്റെ ജനം എന്ന് അവിടുന്ന് അർത്ഥമാക്കി. നമുക്ക് യിരെമ്യാവ് 31 അധ്യായത്തിലേക്ക് മടങ്ങാം. നാം നടക്കുന്ന പാതയായ നീതിയുടെ പാത ദൈവം തന്റെ മരണത്താൽ സ്ഥാപിച്ച നിത്യസ്വർഗരാജ്യത്തിലേക്കുള്ള പാതയുമാണ്. അതിനാൽ നമ്മെ പ്രലോഭിപ്പിക്കാനും പാതയെ വളച്ചൊടിക്കാനും ശ്രമിക്കുന്ന മറ്റുള്ളവരെ നാം ശ്രദ്ധിക്കരുത്. 34 വാക്യം നമുക്ക് നോക്കാം. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും യഹോവയെ അറിയുക എന്ന് ഉപദേശിക്കയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ ദൈവം എന്താണ് ക്ഷമിക്കുന്നത്, അകൃത്യം മോചിക്കും. നമ്മൾ എന്താണ് ചെയ്തത്? ഈ ഭൂമിയിൽ നാം ചെയ്ത പാപങ്ങൾ മാത്രമല്ല, സ്വർഗത്തിൽ നാം ചെയ്ത ഭയാനകമായ പാപങ്ങളും അവിടുന്ന് ക്ഷമിക്കും. അവരുടെ പാപം ഇനി ഓർക്കയും ഇല്ല എന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടുന്ന് ഈ ആവശ്യത്തിനായി ഏതു നിയമമാണ് സ്ഥാപിച്ചത്? അവൻ പുതിയ നിയമം സ്ഥാപിച്ചില്ലേ? യെശയ്യാവ് 24 അധ്യായത്തിൽ ഭൂമി നശിപ്പിക്കപ്പെടുമെന്ന് എഴുതിയിരിക്കുന്നു, കാരണം അവർ നിത്യനിയമം, അതായത് പുതിയ നിയമം ലംഘിച്ചു. അവർ പുതിയ നിയമം അനുസരിക്കാത്തത് അതിനെ നിന്ദിച്ചതിനാലാണ്. ഭക്ഷണം നിരസിക്കുന്ന ആ അയൽക്കാരനെ പോലെയാണ് അവർ. നാം നല്ല ഉദ്ദേശ്യത്തോടെ ഭക്ഷണം നൽകുമ്പോഴാലില്ല, എനിക്ക് വേണ്ട, ഞാൻ ഇത് കഴിക്കില്ല എന്ന് പറയുന്നത് കേൾക്കുകയും ചെയ്താൽ നമുക്ക് അസ്വസ്ഥത അനുഭവപ്പെടും. ക്ഷമിക്കാനാവാത്ത പാപങ്ങൾ ചെയ്ത പാപികൾക്കായി സ്വന്തം ശരീരം അർപ്പിച്ചിട്ടും ദൈവം എങ്ങനെ അവഗണിക്കപ്പെടുന്നുവെന്ന് ചിന്തിക്കുക. ഇപ്പോൾ മറ്റൊരു മാർഗവുമില്ല. ദൈവത്തിന്റെ ന്യായവിധി ഉണ്ടാകുക എന്നത് അനിവാര്യമല്ലേ? അങ്ങനെ സ്ത്രീയുടെ സന്തതികളിൽ ശേഷിക്കുന്നവർ, ദൈവത്തിന്റെ പക്ഷത്ത് നിൽക്കുന്നവർ എന്താണ് പ്രമാണിക്കുന്നത്? നമുക്ക് ആ രംഗം നോക്കാം. വെളിപ്പാട് 14 വാക്യം നമുക്ക് നോക്കാം. ദൈവകൽപ്പനയും യേശുവിങ്കലുള്ള വിശ്വാസവും കാത്തുകൊള്ളുന്ന വിശുദ്ധന്മാരുടെ സഹിഷ്ണുത കൊണ്ട് ഇവിടെ ആവശ്യം. അവർ എന്താണ് ആചരിക്കുന്നത്? അവർ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നു. എന്തുകൊണ്ടാണ് ഈ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഈ ആളുകൾക്ക് ദൈവത്തിന്റെ രക്ഷയുടെ കൃപ ലഭിക്കുകയും പാപമോചനത്തിനായി ത്യാഗം ചെയ്ത പിതാവിന്റെയും മാതാവിന്റെയും കഠിനാധ്വാനം മനസ്സിലാക്കുകയും ചെയ്യുന്നതിനാൽ ദൈവത്തിന്റെ കൽപ്പനകൾ എന്ന പ്രയോഗം എല്ലായ്പ്പോഴും അവരെ പിന്തുടരുന്നില്ലേ? നമുക്ക് 13 വാക്യം നോക്കാം. ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു, അത് പറഞ്ഞത്, എഴുതുക, ഇന്നുമുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അതെ, അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്നു വിശ്രമിക്കേണ്ടതാകുന്നു, അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്ന് ആത്മാവ് പറയുന്നു. ദൈവകൽപ്പനകൾ വളരെ പ്രധാനമായതിനാൽ സ്വർഗീയ കാര്യങ്ങൾ എല്ലായ്പ്പോഴും ആദ്യം വരണം. നമുക്ക് വെളിപ്പാട് 12 അധ്യായം 17 വാക്യം നോക്കാം. മഹാസർപ്പം, അതായത് സാത്താൻ, സ്ത്രീയോട് കോപിച്ചു, ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. അവർ എന്താണ് ആചരിക്കുന്നത്? മഹാസർപ്പം, അതായത് സാത്താൻ, സ്ത്രീയോട് കോപിച്ചു. അവർ ശത്രുക്കളാണ്. അങ്ങനെ സ്ത്രീ സാത്താന്റെ എതിർവശത്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം, അല്ലേ? മഹാസർപ്പം സ്ത്രീയോട് കോപിച്ചു. അവർ എന്താണ് പ്രമാണിക്കുന്നത്?
ദൈവകൽപ്പന പ്രമാണിക്കുന്നവരും യേശുവിന്റെ സാക്ഷ്യം ഉള്ളവരുമായി അവളുടെ സന്തതിയിൽ ശേഷിപ്പുള്ളവരോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ടു. അവൻ കടൽപ്പുറത്തെ മണലിന്മേൽ നിന്നു. ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ ദൈവം സാത്താനും ഹവ്വയായ സ്ത്രീയും തമ്മിൽ ശത്രുത സ്ഥാപിച്ചു. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവളുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും എന്ന് ദൈവം പറഞ്ഞു. അതിനാൽ വെളിപാട് 12-ാം അധ്യായം 17-ാം വാക്യം അനുസരിച്ച് ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നവർ മാത്രമേ സാത്താന്റെ എതിർവശത്ത് നിൽക്കുന്നുള്ളൂ. മഹാസർപ്പം സ്ത്രീയോട് യുദ്ധം ചെയ്യാൻ പോയി എന്ന് എഴുതിയിട്ടില്ലേ? അപ്പോൾ ഉൽപ്പത്തി 3-ാം അധ്യായത്തിലെ പ്രവചനമനുസരിച്ച് ജീവനുള്ളവരുടെയെല്ലാം മാതാവായ സ്വർഗീയ മാതാവിനെയല്ലേ സ്ത്രീയോട് സൂചിപ്പിക്കുന്നത്? അതിനാൽ മാതാവിന്റെ പക്ഷത്ത് നിൽക്കുന്ന ജനങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾ പാലിക്കുന്നു. എന്റെ പാപങ്ങൾ ക്ഷമിച്ചതിനും സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്നെ അനുവദിച്ചതിനും പിതാവിനും മാതാവിനും ഞാൻ എന്നേക്കും നന്ദിയും മഹത്വവും സ്തുതിയും നൽകും എന്ന് പറഞ്ഞുകൊണ്ട് അവർ പാപമോചനത്തിന്റെ സത്യം സ്വീകരിക്കുകയും വിശ്വസ്തയോടെ ദൈവത്തെ അനുഗമിക്കുകയും ചെയ്യും. സാത്താന്റെ ഭാഗത്ത് നിൽക്കാത്ത ഈ ഭൂമിയിലെ ഒരേയൊരു ജനം ഇവർ മാത്രമാണ്. അവർ ദൈവത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നു. വെളിപ്പാട് 13-ാം അധ്യായം അനുസരിച്ച് ബാക്കിയുള്ളവർക്ക് എന്താണ് സംഭവിച്ചത്? ലോകം മുഴുവനും വിസ്മയഭരിതരായി മൃഗത്തെ അനുഗമിച്ചു. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ അവർ ദൈവത്തിന്റെ കൽപ്പനകൾ സ്വീകരിക്കുന്നില്ല. അവർ ദൈവത്തിന്റെ നിയമം പാലിക്കുന്നില്ല. പുതിയ നിയമം സ്വീകരിക്കുവാൻ അവർ വിസമ്മതിക്കുന്നു. മനുഷ്യരാശിക്ക് പുതിയ നിയമം നൽകാൻ ദൈവം ഈ ഭൂമിയിൽ വന്നപ്പോൾ ഇത് നിങ്ങൾക്കായി നൽകിയിരിക്കുന്നു എന്ന് അവിടുന്ന് പറഞ്ഞില്ലേ? ലൂക്കോസ് 22-ാം അധ്യായം 7-ാം വാക്യം നമുക്ക് നോക്കാം. ലൂക്കോസ് 22-ാം അധ്യായം 7-ാം വാക്യം. പെസഹ കുഞ്ഞാടിനെ അറുക്കേണ്ടുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാൾ ആയപ്പോൾ അവൻ പത്രോസിനെയും യോഹന്നാനെയും അയച്ചു, നിങ്ങൾ പോയി നമുക്ക് പെസഹ കഴിപ്പാൻ ഒരുക്കുവിൻ എന്ന് പറഞ്ഞു. നമുക്ക് 14-ാം വാക്യത്തിലേക്ക് പോകാം. സമയം ആയപ്പോൾ, പെസഹയുടെ സമയം, അവൻ അപ്പോസ്തലന്മാരുമായി ഭക്ഷണത്തിന് ഇരുന്നു. അവൻ അവരോട്, ഞാൻ കഷ്ടം അനുഭവിക്കും മുമ്പേ ഈ പെസഹ നിങ്ങളോടുകൂടെ കഴിപ്പാൻ വാഞ്ചയോടെ ആഗ്രഹിച്ചു. നമുക്ക് 19-ാം വാക്യത്തിലേക്ക് പോകാം. പിന്നെ അപ്പം എടുത്തു വാഴ്ത്തിനുറുക്കി അവർക്ക് കൊടുത്തു, ഇതു നിങ്ങൾക്കു വേണ്ടി നൽകുന്ന എന്റെ ശരീരം, എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ എന്ന് പറഞ്ഞു. ഇത് ആർക്കു വേണ്ടിയാണ്? ഇത് നിങ്ങൾക്കു വേണ്ടി നൽകപ്പെട്ട എന്റെ ശരീരം എന്ന് യേശു പറഞ്ഞു. പുതിയ നിയമമാണ് കുരിശിലെ തന്റെ ത്യാഗത്തിന്റെ ഫലം. ഇതല്ലേ ദൈവത്തിന്റെ ചട്ടവും നിയമവും കൽപ്പനയും? ഇതു നിങ്ങൾക്കു വേണ്ടി നൽകുന്ന എന്റെ ശരീരം. എന്താണ് നാം ചെയ്യേണ്ടത്? എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്വിൻ എന്ന് പറഞ്ഞു. അവണ്ണം തന്നെ അത്താഴം കഴിഞ്ഞ ശേഷം അവൻ പാനപാത്രവും കൊടുത്തു. ഈ പാനപാത്രം, എന്താണ് ഈ പാനപാത്രം? നിങ്ങൾക്കു വേണ്ടി ചൊരിയുന്ന എന്റെ രക്തത്തിലെ പുതിയ നിയമം ആകുന്നു. ഇത് ആർക്കു വേണ്ടിയുള്ളതാണ്? നിങ്ങൾക്കു വേണ്ടി. അവിടുന്ന് നമുക്ക് വേണ്ടി അപ്പവും വീഞ്ഞും നൽകി. സ്വർഗത്തിൽ പാപം ചെയ്യുകയും ഈ ഭൂമിയിലേക്ക് തള്ളപ്പെടുകയും ചെയ്ത പാപികൾക്കായി ദൈവം പുതിയ നിയമം സ്ഥാപിച്ചു. എന്നിരുന്നാലും അന്ധകാരയുഗത്തിൽ അത് അപ്രത്യക്ഷമായി. ഇക്കാരണത്താൽ മീഖാ 4-ാം അധ്യായം അനുസരിച്ച് അവസാന നാളുകളിൽ ദൈവം എന്താണ് ചെയ്യുന്നത്? മതനവീകരണത്തിലൂടെ ഒരു സത്യം പോലും പുനഃസ്ഥാപിക്കപ്പെടാത്തതിനാൽ അവിടുന്ന് രണ്ടാമതും വന്നു. കാരണം അവിടുന്ന് വരാതെ മനുഷ്യരാശിക്ക് ഒരിക്കലും പാപമോചനം ലഭിക്കുകയില്ല. അങ്ങനെ മീഖാ 4-ാം അധ്യായത്തിൽ പ്രവചിച്ചതുപോലെ അവിടുന്ന് രണ്ടാമതും ഈ ഭൂമിയിൽ വന്ന് അവിടുത്തെ വഴികളെ മനുഷ്യരാശിയെ പഠിപ്പിച്ചില്ലേ? പ്രയാസങ്ങൾക്കിടയിലും നമ്മുടെ ദൈവം ഈ സുവിശേഷത്തിന്റെ വഴി നയിച്ചു. 1000 സ്വർണത്തേക്കാൾ വിലപ്പെട്ടതല്ലേ ന്യായപ്രമാണം?
ഇത് കൂടാതെ നമുക്ക് സ്വർഗത്തിലേക്ക് മടങ്ങുവാനുള്ള ഒരു വഴിയും ഇല്ല. ഭൂമി നശിക്കും, അതിലെ നിവാസികൾ എന്നേക്കും ശിക്ഷിക്കപ്പെടുകയും ദണ്ഡിപ്പിക്കപ്പെടുകയും ചെയ്യും. പിതാവും മാതാവും വരിക എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമാണ് നമ്മുടെ എല്ലാ സിയോൻ കുടുംബാംഗങ്ങൾക്കും ഇന്ന് ഇവിടെ ഉണ്ടായിരിക്കാൻ കഴിയുന്നത്. ജീവപ്രമാണമായ പുതിയ നിയമത്തിന്റെ പെസഹ നമ്മുടെ ഹൃദയങ്ങളിൽ കൊത്തിവയ്ക്കാം. ശബ്ബത്ത് ദിനത്തിലും ദശാംശത്തിന്റെ നിയമത്തിലും മറ്റെല്ലാ ചട്ടങ്ങളിലും നാം ഇതുതന്നെ ചെയ്യണം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനമേൽക്കുന്നതിനുള്ള നിയമവും മൂടുപടം ധരിക്കുന്നതിനുള്ള നിയമവും ഇതിൽ ഉൾപ്പെടുന്നു. ദൈവം ഇവയെ വ്യർത്ഥമായല്ല സ്ഥാപിച്ചത്. അതിനാൽ നാം ആദ്യം ദൈവത്തെക്കുറിച്ച് ചിന്തിക്കണം. നാം എവിടെ നിന്ന് വന്നുവെന്നും നാം എവിടേക്കാണ് പോകുന്നതെന്നും നമുക്ക് മനസ്സിലാക്കാം. ആത്മീയ കാഴ്ചപ്പാടിൽ നാം ജീവിക്കുന്ന ജീവിതമാണ് ഏറ്റവും സാധാരണമായ ജീവിതം. ലോകത്തിലെ ജനങ്ങൾ ദൈവത്തിന്റെ കൃപയിൽ നിന്ന് അകന്നുപോകുന്നു. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ഹൃദയം നുറുങ്ങുന്നത്. അവിടുന്ന് തന്റെ സ്നേഹത്തെ മരണപര്യന്തം തെളിയിക്കുന്നുവെങ്കിലും അവർ അത് സ്വീകരിക്കുന്നില്ല. അതുകൊണ്ടാണ് മത്തായി 7-ാം അധ്യായത്തിൽ അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേകം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തു എന്ന് അവർ പറഞ്ഞേക്കാം. എന്നിരുന്നാലും യേശു ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന് പറയും. കാരണം ദൈവം സ്ഥാപിച്ച ത്യാഗത്തിന്റെയും പാപമോചനത്തിന്റെയും പാതയിലൂടെ സഞ്ചരിക്കാനാണ് ദൈവജനത്തിന് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ദൈവം അവരോട് നിങ്ങൾ എപ്പോഴെങ്കിലും ശബ്ബത്തോ പെസഹയോ ആചരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ദൈവം സ്നേഹമാണ്. അവിടുന്ന് മനുഷ്യരാശിക്ക് സമൃദ്ധമായ സ്നേഹം നൽകുന്നു. എന്നിട്ടും ജനങ്ങൾ പശ്ചാത്തപിക്കാൻ വിസമ്മതിക്കുന്നു. സ്വർഗീയ കോടതിയിൽ അവർ വിചാരണ ചെയ്യപ്പെടുമ്പോൾ എന്തു ചെയ്യണം? അതിനാൽ പിതാവായ ദൈവത്തിന്റെയും മാതാവായ ദൈവത്തിന്റെയും എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും ഉപദേശങ്ങളും നാം പിന്തുടരണം. ഇവ പാപമോചനത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുന്ന പ്രക്രിയയാണെന്ന് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് സ്വയം പിന്തിരിഞ്ഞു നോക്കാം. എല്ലാം വീണ്ടും പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. സ്ത്രീയുടെ ശേഷിക്കുന്ന സന്തതികളിൽ എന്ന നിലയിൽ നാം ദൈവത്തിന്റെ വചനം ആലേഖനം ചെയ്യുകയും ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുകയും എല്ലാ ജനതകളെയും പഠിപ്പിക്കുകയും വേണം. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടു സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിൻ എന്ന് ദൈവം പറയുന്നു. ദൈവം കൽപ്പിച്ചതാണ് നാം പഠിപ്പിക്കേണ്ടത്, മറിച്ച് നമ്മുടേതല്ല. ദൈവം എല്ലാ ജനതകളോടും കൽപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ പഠിപ്പിക്കുകയും ലോകത്തെ ഈ പാതയിലേക്ക് നയിക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പാപമോചനത്തിന്റെ അത്ഭുതകരമായ കൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നിത്യമായ നന്ദിയും സ്തുതിയും മഹത്വവും നൽകുന്നു. ഞാൻ പിതാവിനും മാതാവിനും നന്ദി അർപ്പിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.